ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജാനകിയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിരഞ്ജന പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ ജാനകിയും അഭിയും സക്കീർ ബായും കൂടെ നമ്മുടെ കാർമ്യ ദീപത്തിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ രാധാമണിനെ കാണുന്നുണ്ട് വഴിയിൽ വെച്ച്. അപ്പോൾ നകുലൻ്റെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ രാധാമണീനെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റണതാണ് ഇവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജാനകി ഒരു വടി എടുത്തിട്ട് ഇവരുടെ തലമൊക്കെ കൊടുക്കണമുണ്ട്. അതേസമയം നമ്മുടെ അഭിയാണെങ്കിലും ഇവരെല്ലാവരും ഇടിച്ച് നിരപ്പാക്കണമുണ്ട്. അങ്ങനെ നമ്മുടെ ജാനകീൻ്റെ അമ്മേനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. ആ സമയത്ത് നിരഞ്ജന വരുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ ആരാ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, ഇത് തമ്പിൻ്റെ ആൾക്കാരാ, അല്ലാണ്ട് എൻ്റെ അമ്മക്ക് വേറെ ശത്രുക്കൾ ആരും ഇല്ല. ഇത് തമ്പിൻ്റെ ആൾക്കാർ, എൻ്റെ അമ്മ എവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു, ഇനി എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആകെ കരഞ്ഞിട്ട് പറയാം. അപ്പം നമ്മുടെ അബ്ബയാണെങ്കിൽ പറയുന്നുണ്ട്, ഇത് തമ്പിൻ്റെ ആൾക്കാരൊന്നല്ല, തമ്പിൻ്റെ ആളുകളല്ല ഇവരെന്നൊക്കെ പറയുക, ഇത് വേറെ ആരോ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിരഞ്ജനയുടെ വണ്ടിയിൽ നമ്മുടെ ജാനകിയും രാധാമണിയും കൂടെ വീട്ടിലേക്ക് പോവാണ്. ബാക്കിൽ നമ്മുടെ അഭിയും സക്കീർ ബായും കൂടെ ഉണ്ട്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് നമ്മുടെ പൊന്നു ചോദിക്കുകയാണ്, അമ്മാമ്മ എവിടെ പോയതാ, അമ്മാമ്മ എന്ത് ആരോടും പറയാണ്ട് പോയത്, ഞാൻ അമ്മാമ്മനെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്ന്. അപ്പോൾ പൊന്നുവിനെ കാണുമ്പോൾ നമ്മുടെ അമ്മാമ്മക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അമ്മയുടെ കാര്യത്തിൽ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് അഭി പറയാണ്. അതേസമയം നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട്, ഈ ഒരമ്മ സേഫായിട്ട് വീട്ടിലെത്തി, അതേമാതിരി നമുക്ക് പ്രഭാവതി അമ്മേനെയും വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയാം. അപ്പോൾ അഭി പറയാണ്, ഇനി അപർണയുടെ അമ്മായിമായിട്ടല്ല, അഭിയുടെ അമ്മയായിട്ട് വേണം ഇനി വീട്ടിലേക്ക് വരാൻ. അങ്ങനെ നമ്മുടെ നിരഞ്ജന കാരുണ്യദീപത്തിലേക്ക് പോവാണ്, പ്രഭാവതി അമ്മേനെയും അച്ഛമ്മേനെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രഭാവതി അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇനി വരുന്നില്ല എന്നൊക്കെ പറയാം. അപ്പോൾ നിരഞ്ജന നിർബന്ധിക്കുന്നുണ്ട്, ഒരമ്മ അവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട്, ഇനി ഈ അമ്മയും കൂടെ ഇവിടെ വീട്ടിലേക്ക് സേഫായിട്ട് എത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം അഭി പറയാണ്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടുന്നില്ല എന്ന്. അതേസമയം അളകാപുരിയിലേക്ക് ഹണി റോസ് കയറി വരാണ്. അപ്പോൾ എല്ലാ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കയറി വരുന്നത്. പക്ഷേ നമ്മുടെ അപർണ ആണെങ്കിൽ അവളെ അടിച്ച് പുറത്താക്കണമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്